Hello, guten Tag. Ich heiße Blessy von Jovis Perfect Academy. നമ്മൾ മോർഗൻ എന്നും കേട്ടിട്ടുണ്ടാവും, മോർഗൻസ് എന്നും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആബൻസ് ഉണ്ട്, ആബൻസ് ഉണ്ട്. ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ. രണ്ടും കേൾക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ വാക്കായി തോന്നുമെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജർമ്മൻ ടൈം വേർഡ്സ്, അതായത് ഈ മോർഗൻ, മോർഗൻസ്, ആബൻസ്, ആബൻസ്, ഇതൊക്കെ നമ്മൾ ടൈമിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ചിലതൊരു സ്പെസിഫിക് ടൈമിനെ ആയിരിക്കും പറയുന്നത്, എന്നാൽ മറ്റു ചിലത് ഒരു റൂട്ടീനോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റിനെ ആയിരിക്കും പറയുന്നത്. അതായത് മോർഗൻ ഉണ്ട്, ആബൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോർഗൻസ് എന്നുണ്ട്, ആബൻസ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് സമയത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വേർഡാണ് മോർഗൻ. ഈ മോർഗന് തന്നെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നാളെ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കാലത്ത്, അതായത് ഇൻ ദ മോർണിംഗ്, മോർണിംഗ് എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഈ മോർഗൻ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ടുമോറോ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ മോർണിംഗിന് തന്നെ മോർഗൻസും മോർഗനും പറയുന്നുണ്ടല്ലോ. ഏത് സമയത്താണ് നമ്മൾ മോർഗൻ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോർണിംഗ്, അതായത് ഇന്ന് രാവിലെ അല്ലെങ്കിൽ നാളെ രാവിലെ, അങ്ങനെ ഒരു സ്പെസിഫിക് മോർണിംഗ് പറയുന്ന സമയത്തായിരിക്കും നമ്മൾ മോർഗൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് കൊമ്മെ മോർഗൻ, ഞാൻ നാളെ വരും. ആ മോർഗൻ എന്ന് പറഞ്ഞത് നാളെ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോഴോ, ഇഷ് ലേർനെ മോർഗൻ ഡോയിഷ്, അതായത് ഞാൻ രാവിലെ ജർമ്മൻ പഠിച്ചു. അപ്പോൾ അവിടെ രാവിലെ, അതായത് ഇന്ന് രാവിലെ ആയിരിക്കാം. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോർണിംഗിനെ പറയുന്ന സമയത്താണ് നമ്മൾ മോർഗൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാളെ, ടുമോറോ എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന സമയത്ത് മോർഗൻ യൂസ് ചെയ്യും. എന്നാൽ മോർഗൻസിലേക്ക് വരുന്ന സമയത്ത് അത് യൂഷ്വലി എല്ലാ രാവിലെകളിലും, അതായത് എല്ലാ മോർണിംഗിലും എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് നമ്മൾ മോർഗൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം. ഇഷ് ഗേ മോർഗൻസ് സുർ ഷൂളെ, ഞാൻ കാലത്ത് സ്കൂളിലേക്ക് പോകും. എല്ലാ ദിവസവും കാലത്ത് ഞാൻ സ്കൂളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കാലത്ത് എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ മോർഗൻസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് പറയുന്ന സമയത്ത് മോർഗൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടീൻ, അതായത് റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ മോർഗൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആബൻറ്റിലേക്ക് വരുമ്പോഴും ഇത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലായിട്ടായിരിക്കും ഇവിടെ എ എഴുതുന്നത്. അപ്പോൾ ആബൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഈവനിങ് ടൈമിനെ പറയാൻ വേണ്ടിയിട്ടാണ് ആബൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് വൺ ഈവനിങ് അല്ലെങ്കിൽ ഗ്രീറ്റിങ്സ് പറയുമ്പോൾ ഗുഡ് ഈവനിങ് എന്ന് പറയുന്ന മാതിരി ആ ഒരു ഈവനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആബൻറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. ഹൊയ്റ്റെ ആബൻറ്റ് ലേർനേഷ്, ഇന്ന് വൈകുന്നേരം ഞാൻ പഠിച്ചു. അതായത് ഇന്നൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആബൻറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഗുഡൻ ആബൻറ്റ് എന്ന് പറഞ്ഞാലും ഗുഡ് ഈവനിങ്, ആ ഒരു മീനിങ് വരുന്ന സമയത്തും നമ്മൾ ആബൻറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം. എന്നാൽ ആബൻസ് യൂസ് ചെയ്യണത് ഇൻ ദ ഈവനിങ് അല്ലെങ്കിൽ എവറി ഈവനിങ്, എല്ലാ വൈകുന്നേരങ്ങളിലും എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ആബൻസ് യൂസ് ചെയ്യുന്നത്. അതായത് അതൊരു റൂട്ടീൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്സ്, ആ ഒരു ടൈമിലാണ് നമ്മൾ ആബൻസ് യൂസ് ചെയ്യുന്നത്. ഇഷ് ലേസെ ആബൻസ്, ഞാൻ വൈകുന്നേരങ്ങളിൽ വായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ ആ വൈകുന്നേരങ്ങളിൽ എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ആബൻസ് യൂസ് ചെയ്യുന്നത്. ആബൻസ് എസ് ഇഷ് മിറ്റ് മൈനർ ഫാമിലി, വൈകുന്നേരങ്ങളിൽ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മൾ ആബൻസ് എന്തൊരു എസ് ചേർത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. ഒരു സ്പെസിഫിക് ടൈം പറയുന്ന സമയത്ത് മോർഗൻ ആബൻസ് അങ്ങനെ യൂസ് ചെയ്യും. എന്നാൽ റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു അങ്ങനത്തെ സമയത്ത് നമ്മൾ ആബൻസ് അല്ലെങ്കിൽ മോർഗൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു റൂട്ടീനോ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഒക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ആബൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്തിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കുക അതൊരു റൂട്ടീനായിരിക്കും അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനൊരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവമാണ് ആബൻറ്റും അതുപോലെ മോർഗൻ എന്നുള്ളതും. എന്നാൽ റിപ്പീറ്റഡ്ലി നടക്കുമ്പോൾ ആബൻസ് മോർഗൻസ് അങ്ങനെ യൂസ് ചെയ്യും. അതായത് റിപ്പീറ്റഡ്ലി എല്ലാ ദിവസവും ഞാൻ കാലത്ത് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ കളിക്കാൻ പോകുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ എസ് ചേർത്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ആബൻറ്റും മോർഗൻ പോലെ തന്നെ നമ്മൾ മിറ്റാഗ് ഉണ്ട്, നാഹ്മിറ്റാഗ് ഉണ്ട്. അപ്പോൾ എസ് ചേർത്ത് പറയണത് റിപ്പീറ്റഡ്ലി ഒരു ഹാബിറ്റ്സ് ആയിട്ട് പറയുന്ന ഒരു സംഭവത്തിനായിരിക്കും നമ്മൾ എസ് ചേർത്ത് പറയുന്നത്. എന്നാൽ മിറ്റാഗ് അല്ലെങ്കിൽ നാഹ്മിറ്റാഗ് എന്ന് പറയുന്ന അത് ഒരു സ്പെസിഫിക് ടൈമിനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.